പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളുമൊക്കെ ഉണ്ട്. അതിലൂടെ കടന്നു പോകുന്ന വാഹനയാത്രക്കാരോട് വളരെ അപമര്യാദയാണ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പെരുമാറുന്നത് അടക്കമുള്ള പരാതികൾ. അതുമാത്രമല്ല, വാഹനത്തിന് 2 തവണ ഏറെയായി ഫാസ്ടാഗിൽ നിന്നും പണം ഈടാക്കാറുണ്ട് എന്നുള്ള പരാതികൾ. വാഹനം വീട്ടിൽ പാർക്ക് ചെയ്തിട്ടും വാഹനത്തിൽ നിന്ന് അതിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ പണം ഈടാക്കിയ വാർത്തകൾ നമ്മൾ കണ്ടു. അതേപോലെയുള്ള ഒരു പ്രശ്നം, സമാനമായ ഒരു പ്രശ്നം നമുക്കൊപ്പമുള്ള 2 പേർക്കും നേരിട്ടിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് സമീർ. എന്താ നിങ്ങൾക്കുണ്ടായ സംഭവം? അതായത് ഞാൻ 24 ജാനുവരിയിൽ ഞാൻ 2/3 ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും 2:44 48 ടൈമിൽ അവർ വീണ്ടും എന്തായിട്ടുണ്ട്, ആ ക്യാഷ് എൻ്റെ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ രാത്രി 10 മണിക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു പെർ ഡേ ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗണേ പോകാറുള്ളൂ. പക്ഷേ എന്തോ 3 പെർ ഡേയിൽ 2 ടൈം വരേണ്ടത് 3 ടൈം ക്യാഷ് കട്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ പരാതി കൊടുത്തിരുന്നോ? അത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ക്യാഷ് തിരിച്ചു വരാമെന്നാണ്. പക്ഷേ ഈ 15 രൂപക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷിന് ആ ഒരു 150 രൂപേൻ്റെ റിസ്ക്കാണ്. അവിടെ കയറി അത് എടുത്ത് പിന്നെ അവരോട് പരാതി ബോധിപ്പിച്ച് 15 രൂപ തിരിച്ച് കെട്ടലല്ല നമ്മളെ ആവശ്യം. നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ ഇത് കറക്റ്റ് പ്രോപ്പറാക്കുക. പിന്നെ വേറൊരു വിഷയം, നമ്മൾ ടൈം ലാഭിക്കാനാണ് ടോൾ കൊടുത്തിട്ട് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് കോട്ടക്കൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഡെയിലി വരുന്നതാണ്. അപ്പോൾ ഇവിടെ എത്താൻ 30 മിനിറ്റ് മതി. ശരിക്കും 20 മിനിറ്റ് അവിടെ ലാപ്സ് ആവും ആ ലൈനിൽ നിന്നിട്ട് ചില ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ട് പോകാറുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് ടോളിനെതിരെയാണ്. അതായത് ഇപ്പം ക്യാഷ് കട്ടായിക്കോട്ടെ, ക്യാഷ് നമുക്ക് 20 രൂപ കൊടുക്കാം 15 അതും പ്രശ്നമില്ല. പക്ഷേ അത് പ്രോപ്പറായി തരണം, അവർ പ്രോപ്പറാക്കി തരണം. NHAI അത് തരണം. പിന്നെ പല കംപ്ലൈൻറ്റുകളും നമ്മൾ പറഞ്ഞിട്ട് അവർ അത് സർവീസിന്റെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ദുരനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരുടെ ഭാഗത്ത് നിന്ന്. അതെന്താണ്? ഇതന്നെ അവർ ഇന്നിപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ, മോർണിംഗിൽ ഞങ്ങൾ വരുന്ന സമയത്ത് അവരോട് നമ്മളോട് പിന്നെ ക്യാഷ് കട്ടായി നമ്മളോട് പോകാൻ പറഞ്ഞു. പോയ സമയത്ത് തന്നെ അവരെ കയ്യിൽ നിന്ന് പിന്നെ സാധനം അവർ താഴേക്ക് വീണു. വണ്ടിയുടെ ബോണറ്റിന് ഫ്രണ്ടിലേക്ക് വീണു. ഭാഗ്യത്തിന് ഗ്ലാസ്മ തട്ടാത്തതുകൊണ്ട് വലിയ നഷ്ടം ഒഴിവായി. എന്നാലും സൈഡ് ഭാഗത്ത് കുഴി വന്നിട്ടുണ്ട്. എന്നിട്ട് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി വളരെ മോശമാണ്. ഒരു കാര്യമായ രീതിയിൽ നമ്മളോട് അവർ പെരുമാറുന്ന ചില ഒരു ഗുണ്ടായിസം സ്റ്റൈലിലാണ് അവർ സംസാരിക്കുന്നത്. ആദ്യം മാനേജർ വരാറുണ്ട്. മാനേജർ വന്ന് സംസാരിക്കും. മാനേജർ പറഞ്ഞു 2 മണിക്കാണ്, ഞാനല്ല മാനേജർ, വേറെ ആളാണ്. അവിടെ ഉണ്ടായിരുന്ന പന്തീരങ്കാവിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. അവർ എന്താ പറയുക, നമുക്ക് ഒന്നും ഇടപെടാൻ അവർക്ക് പോലീസുകാരും നിസ്സഹായരാണോ? നിസ്സഹായരാണ്. അവർക്കൊന്നും പറയാൻ കഴിയില്ല. അവരുടെ സ്ഥിരം അനുഭവമാണ്. ഞങ്ങൾക്കൊന്നും ഇത് പരാതി ഒന്നും പറയാൻ കഴിയുന്നില്ല. നിങ്ങളെ കൂടെ തന്നെയാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ അവസ്ഥ നമുക്ക് മനസ്സിലായി, ജെനുവിനായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഇതാണ് അവിടുത്തെ സ്ഥിരം പരിപാടി. ഇത്തരത്തിൽ ഒരുപാട് പരാതികളാണ് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്കെതിരെ ഉയർന്നത്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് പരാതികളടക്കം നൽകിയിരുന്നു. എന്നാൽ ഇതിൽ ശാശ്വതമായ ഒരു ഇടപെടൽ വേണമെന്നാണ് ഇവരടക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യം. അജി കുഞ്ഞും, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.